ജർമ്മനിയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച യുവേഫ നാഷൻസ് ലീഗ് 2025 സീസണിന്റെ കലാശപ്പോരിലേക്ക് കടന്നിരിക്കുകയാണ് പോർച്ചുഗൽ. നീണ്ട 25 വർഷത്തിനു ശേഷം ജർമ്മനിക്കെതിരെ നേടിയ വിജയത്തോടെ പോർച്ചുഗൽ മറ്റൊരു കിരീടത്തിലേക്ക് കൂടി മുത്തമിടാനൊരുങ്ങുമ്പോൾ താരമാകുന്നത് റൊണാൾഡോ കൂടിയാണ്. പ്രായം തളർത്താത്ത പോരാളിയാണ് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച റോണോയുടെ ഗോളിലാണ് പറങ്കിപ്പട ഇന്നലെ ജയിച്ചു കയറിയത്. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 48-ാം മിനിറ്റിൽ തന്നെ ഫ്ലോറിയാൻ വിറ്റ്സിലിന്റെ ഗോളിൽ ജർമ്മനി മുന്നിലെത്തിയിരുന്നു. ഗോൾ വീണതോടെ ഉണർന്നു കളിച്ച പോർച്ചുഗീസ് പട പകരക്കാരനായി ഇറങ്ങിയ കോൺസിക്കാവോയിലൂടെ 63-ാം മിനിറ്റിൽ സമനില നേടിയെടുത്തു. 5 മിനിറ്റുകൾക്ക് ശേഷം ന്യൂനോ മെൻഡിസ് നൽകിയ ഒന്നാന്തരം ക്രോസിൽ റൊണാൾഡോ വിജയ ഗോൾ നേടുകയും ചെയ്തു. നേരത്തെ 2 അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് റോണോയുടെ പ്രായശ്ചിത്തം കൂടിയായിരുന്നു ആ ഗോൾ. പോസ്റ്റിലേക്ക് ലക്ഷ്യം കണ്ടില്ലെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഉയർന്നു ചാടിയുള്ള ഹെഡർ ശ്രമവും ആരാധകർക്ക് ആവേശമായി മത്സരത്തിലുണ്ടായിരുന്നു. ഈ ഗോളോടെ രാജ്യാന്തര ഫുട്ബോളിൽ ക്രിസ്ത്യാനോ നേടിയ ഗോളുകളുടെ എണ്ണം 137ആയി. കരിയർ ഗോളുകളുടെ എണ്ണം 937. 2016 യൂറോയും 2019 പ്രഥമ നാഷൻസ് ലീഗ് കിരീടവും തൂക്കിയ റൊണാൾഡോ തന്റെ 40-ാം വയസ്സിലും 20-കാരന്റെ മനസ്സുമായി തളരാത്ത പോരാട്ട വീര്യത്തിലും ഒടുങ്ങാത്ത കിരീടദാഹത്തിലും തന്റെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ നടക്കുന്ന നാഷൻസ് ലീഗിലും 8 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളുമായി റൊണാൾഡോ ടോപ്പ് സ്കോറർ പട്ടികയിൽ മുന്നിലുണ്ട്. ഫൈനലിൽ എതിരാളി ഇന്ന് 2ാം സെമി ഫൈനലിൽ വിജയിക്കുന്ന സ്പെയിനോ ഫ്രാൻസോ ആരായാലും പൊരുതാൻ ഉറച്ചാണ് അയാൾ ഇറങ്ങുക. അയാൾക്ക് കൂട്ടിന് ഇത്തവണ മുൻനിര ലീഗുകളിൽ പയറ്റി തെളിഞ്ഞ ഒരു പിടി മികച്ച താരങ്ങളുമുണ്ട്. 1000 ഗോളിലേക്ക് ലക്ഷ്യം വെച്ചോടുന്ന ഒരു ലോക കിരീടം കൂടി നേടാൻ തന്നിൽ ഒരു ബാല്യം ഇനിയും അവശേഷിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന റോണോയ്ക്ക് തന്റെ 2ാം നാഷൻസ് ലീഗ് കിരീടം നേടാൻ കഴിയുമോ? അത് സാധിച്ചാൽ ഒരു വർഷത്തിനപ്പുറം നടക്കുന്ന ഫിഫ ലോകകപ്പ് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരുങ്ങാൻ റോണോയ്ക്കും പോർച്ചുഗലിനും അതൊരു ഊർജ്ജമായിരിക്കും.